വാർത്ത. ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു. ഫെഫ്കയുമായുള്ള ഭിന്നതയെ തുടർന്നാണ്. നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, എന്താണ് കാരണം? എന്താണ് ഫിജി, ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആഷിഖ് അബു ഫെഫ്കയിലെ അംഗത്വം രാജിവെച്ചിരിക്കുന്നു. നേരത്തെ തന്നെ ഫെഫ്ക ചെയർമാൻ ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി ആഷിഖ് അബു രംഗത്ത് വന്നിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് രാജി എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും കുറ്റകരമായ അനാവസ്ഥയാണ് ഫെഫ്കയുടെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം രാജി സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഫെഫ്കയുമായി വലിയ അഭിപ്രായ വ്യത്യാസം ആഷിഖ് അബുവിന് ഉണ്ടായിരുന്നു. ആഷിഖ് അബുവിന്റെ പല നിലപാടുകളോടും ഫെഫ്കയ്ക്ക് യോജിച്ചു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു നിലവിലുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് പോകുന്നത്. ഫിജി, നിതിൻ, ഈ നടിമാർക്കെതിരായ ലൈംഗികാരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആഷിഖ് അബു പ്രസ്താവന നടത്തിയിരുന്നു, പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. അത്തരം കാര്യങ്ങളിൽ എന്തൊക്കെ ഭിന്നിപ്പാണ് ഉണ്ടായിരുന്നത് ആഷിഖ് അബുവിന്? തീർച്ചയായും ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഫെഫ്കയുടെ പല നിലപാടുകളോടും ആഷിഖ് അബു അതൃപ്തി പ്രകടിപ്പിച്ച് പരസ്യമായി രംഗത്ത് വന്നിരുന്നു. നമുക്കറിയാം, ബി ഉണ്ണികൃഷ്ണൻ, ഫെഫ്ക ചെയർമാൻ ബി ഉണ്ണികൃഷ്ണനെതിരെ അടക്കം, അതോടൊപ്പം തന്നെ സാംസ്കാരിക മന്ത്രിക്കടക്കം സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളിൽ അടക്കം ആഷിഖ് അബുവിന്റെ പരസ്യമായ പ്രതികരണവും പ്രതിഷേധവും ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആഷിഖ് അബു ഫെഫ്കയിലെ തന്റെ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആഷിഖ് അബുവിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കറിയാം. ഇടതുപക്ഷ സഹയാത്രികനാണ്, CPIM സഹയാത്രികനാണ് ആഷിഖ് അബു. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ എടുത്ത നിലപാടുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ആഷിഖ് അബു രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. അതിന് പിന്നാലെ ഫെഫ്ക ചെയർമാൻ ബി ഉണ്ണികൃഷ്ണനെതിരെയും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും രൂക്ഷമായ പ്രതികരണം ഉണ്ടായിരുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സ്ത്രീകൾ നേരിട്ട ഗുരുതരമായ പ്രശ്നങ്ങളെ കുറിച്ച് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിശദമായി പരാമർശിച്ചതിലും ഈ റിപ്പോർട്ടിനകത്ത് ഫെഫ്ക കുറ്റകരമായ മൗനമാണ് തുടരുന്നത്. ഫെഫ്ക ഇതുവരെ ആരെയും തള്ളിപ്പറയാൻ പോലും തയ്യാറായില്ല. സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്തിട്ട് പോലും അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്താൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം ഫെഫ്കയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇതെല്ലാം ആഷിഖ് അബു, ഈ വിഷയങ്ങളെല്ലാം തന്നെ ആഷിഖ് അബു തന്റെ അഭിപ്രായം തുറന്നു പ്രകടിപ്പിച്ചിരുന്നു. ഫെഫ്കയുമായുള്ള ഭിന്നത ആഷിഖ് അബു പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഫെഫ്കയിൽ നിന്ന് ഇപ്പോൾ രാജിവെച്ച് ആഷിഖ് അബു പുറത്തേക്ക് പോയിരിക്കുന്നത്. ഫിജി, നിതിൻ, മറ്റൊരു കാര്യം, ഇപ്പോൾ കൊച്ചിയിൽ